എന്താണ് അതൊക്കെ അത് എടുത്തു വെക്കാം. അത് പഠിച്ചു ഷിയാപ്പ് അത് എന്താ പറഞ്ഞ പഠിച്ചു കഴിഞ്ഞിട്ട് എടുത്തു വെക്കാന്നാണ്. അതേപോലെ ചെയ്യും. കുട്ടികളുടെ കാര്യം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക വലിയൊരു ടാസ്ക്കാണ്. നിങ്ങളൊക്കെ സമ്മതിക്കണം. നമുക്ക് അത്രത്തോളം ടാസ്കില്ല. ഈ ഉമ്മമാരുണ്ടല്ലോ, ഉമ്മമാരെ നല്ല രീതിയിൽ സമ്മതിക്കണം. കുട്ടികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളത് നമ്മൾക്കൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം വരും. കുട്ടികൾക്കും ഈ കുട്ടികൾ പൊതുവെ ഈ ഒരു വട്ടം രണ്ടു വട്ടം പറഞ്ഞാൽ അനുസരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ വേറെ എന്തെങ്കിലും കളിയിലായിരിക്കും, കാര്യങ്ങളിലായിരിക്കും ചെയ്യും. പക്ഷെ ഒരു വട്ടം രണ്ടു വട്ടം മൂന്ന് വട്ടമൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ. ഈ രണ്ടു വട്ടം മൂന്ന് വട്ടം പറയുമ്പോൾ നമ്മൾക്ക് ദേഷ്യമാണ്. പക്ഷെ ഉമ്മമാരുടെ കാര്യം അമ്മമാരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, നമ്മളെ സഹിക്കണം, പിള്ളേരെ സഹിക്കണം. അത് വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, നമ്മളെക്കാൾ ക്ഷമ കുറഞ്ഞവരാണ് നമ്മളൊപ്പമുള്ളവർ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു അല്ലേ? അപ്പോൾ ക്ഷമ വലിയൊരു വിജയം തന്നെയാണ് എല്ലാവരുടെ ഇതിലും. ഒരാൾക്ക് എന്തെങ്കിലും ദേഷ്യം വന്ന സമയമാണെങ്കിൽ മറ്റൊരാൾ ക്ഷമിക്കുക, മറ്റൊരാൾക്ക് ദേഷ്യം വന്ന സമയമാണ് ഇപ്പുറത്തുള്ള ആൾ ക്ഷമിക്കുക. ക്ഷമ കൊണ്ട് മാത്രം മറ്റേ ഇത് പറഞ്ഞ പോലെ മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറഞ്ഞ പോലെ ക്ഷമ കൊണ്ട് മാത്രം നേടാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനുഷ്യരിൽ, സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിലൊക്കെ ഉണ്ട്. ക്ഷമ കൊണ്ട് മാത്രം നേടാൻ പറ്റുന്നത്. ക്ഷമയില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുന്ന വലിയ നല്ല നല്ല ബന്ധങ്ങളും കുറേയുണ്ട്. പക്ഷെ നഷ്ടപ്പെടുത്തിയതിന് ശേഷം ചിന്തിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്കൊന്നും നേടാൻ കഴിയില്ല. നമ്മൾ ആ പാട്ട് പാടി മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ പലതുണ്ട് മണ്ണിൻ മനസ്സിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമുക്ക് ക്ഷമ കൊണ്ട് നേടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ഓരോരുത്തർക്കിടയിലുണ്ട്. ഈ ക്ഷമ എന്ന് പറഞ്ഞത് വലിയൊരു വിജയത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ്. നമ്മൾക്ക് ഏതൊരു ബന്ധങ്ങളിലും ക്ഷമ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. ക്ഷമ, സ്നേഹം ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏതൊരു ബന്ധത്തിലും എന്തും നേടിയെടുക്കാൻ കഴിയും. ക്ഷമയില്ലായ്മ കൊണ്ട് നശിപ്പിച്ച് കളയുന്ന പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളുടെ ചെറിയ ഒരു ക്ഷമ ഇല്ലായ്മ കൊണ്ട് നശിച്ചു പോയിട്ടുണ്ട്. ചെറിയൊരു ക്ഷമ കൊണ്ട് മാത്രം നേടിയെടുത്ത പല വലിയ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നഷ്ടപ്പെടുത്താൻ നമുക്ക് പെട്ടെന്ന് കഴിയും. ഒരു സെക്കൻഡിൻ്റെ ക്ഷമയില്ലായ്മ കൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം നഷ്ടപ്പെടുത്താൻ ചിന്തിക്കുന്നവർ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ക്ഷമ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ വലിയതായ പല കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ക്ഷമ നമ്മളുടെ ജീവിതത്തിലൊരു മുതൽക്കൂട്ടാക്കാൻ ശ്രമിക്കുക. വാശി, വൈരാഗ്യം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പരമാവധി ശ്രമിക്കുക. എന്ന് വെച്ചിട്ട് ദേഷ്യം വരാത്ത ആളുകളായിട്ട് ആരും ഉണ്ടാവില്ല. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ആ ദേഷ്യമില്ലായ്മ, ക്ഷമ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പല നല്ല മുഹൂർത്തങ്ങൾ നേടിയെടുക്കാനും നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഞാനും നിങ്ങളും ഒക്കെ ശ്രമിക്കേണ്ട ഒരേ ഒരു കാര്യം അത് തന്നെയാണ്. ക്ഷമ കൊണ്ട് നേടിയെടുക്കുക എല്ലാം, സ്നേഹം കൊണ്ട് നേടിയെടുക്കുക. വാശി, വൈരാഗ്യം എല്ലാം ഒഴിവാക്കി സ്നേഹത്തോടെ മുന്നേറുക. അത് മാത്രമാണ് എനിക്ക് ഈ ഒരു ചെറിയ കാര്യത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു ചെറിയ മെസ്സേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളോടൊപ്പം കൂടെ